നമസ്തേ. നമ്മൾ ഇന്ന് ഒരു എനർജി ഡ്രിങ്ക് പരിചയപ്പെടുകയാണ്. എനർജി ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ചായ, കാപ്പി, പാല്, ഹോർലിക്സ്, ബൂസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള പാനീയങ്ങളാണ്. ഇതൊക്കെ നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ എനർജി തരും, ഉന്മേഷം തരും. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് എഫക്റ്റ് അല്പം കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിന് പ്രയാസങ്ങളുണ്ടാക്കും. കാരണം ഇതിൽ ചേർക്കുന്ന പല ചേരുവകളും നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികതയുമായി ചേരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന ഗുണങ്ങളാണ് വേണ്ടത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു എനർജി ഡ്രിങ്ക് തയ്യാറാക്കാം. അത് നമുക്ക് കുടിക്കുമ്പോഴും സുഖം നൽകും, കുടിച്ചു കഴിഞ്ഞാൽ പിൽക്കാലത്തേക്കും സുഖം നൽകുന്നതാണ്, ഗുണം നൽകുന്നതാണ്, യാതൊരു വിധത്തിലുള്ള ദോഷവും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജി ഡ്രിങ്ക് പരിചയപ്പെടാം. ഇവിടെ നമുക്ക് വളരെ ലളിതമായി ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാം. ഏറ്റവും ചുരുങ്ങിയ ചേരുവകൾ മാത്രമേ വേണ്ടൂ. ഇതിന് പ്രധാനമായിട്ടും വേണ്ടത് ഏതാനും ക്യാരറ്റാണ്, പിന്നെ ഒരു ചെറുനാരങ്ങ, ഒരല്പം തേനും. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. പ്രത്യേകിച്ച് രാവിലെ വെറും വയറ്റിലൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ക്ഷീണമുള്ളവർക്ക്. അതേപോലെ തന്നെ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലൊരു പാനീയമായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന്. ഞാനിപ്പോൾ ഒരു 4 ചെറിയ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലിട്ട് അല്പം വെള്ളം ചേർത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് അടിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഞാനത് അരിക്കാതെയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. വേണമെങ്കിൽ അരിച്ചെടുക്കാം, പക്ഷേ കുറച്ചും കൂടെ നല്ലത് അരിക്കാതെ എടുക്കുന്നതാണ്. ഇനി നമുക്ക് ഈ നാരങ്ങ, ഞാൻ അതിൻ്റെ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്, നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് തേന് ഒരു 1-2 സ്പൂണ് തേൻ ചേർക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നല്ലൊരു പാനീയം, ഒരു എനർജി ഡ്രിങ്ക് തയ്യാറായി കഴിഞ്ഞു. നമുക്ക് കുടിച്ചു നോക്കാം. ഞാനിത് അരിച്ചെടുക്കാത്തതുകൊണ്ട് അല്പം കട്ടിയിലാണ്. തേൻ വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ചേർക്കാം. മധുരം അതേപോലെ സ്വാദൊക്കെ ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ചേർത്ത് ഇളക്കിയിട്ട് കഴിക്കാം. അപ്പോൾ ഈ പാനീയം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ ഒന്ന് സ്ഥിരമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക. എന്തെങ്കിലും മാറ്റമൊക്കെ പ്രകടമാകുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലിൽ കമൻറ്റുകൾ എഴുതണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നന്ദി, നമസ്തേ.